നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ബേക്കറികളിൽ നിന്നൊക്കെ മേടിക്കുന്ന ബ്രെഡ് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റിൽ മിൽക്ക് ബ്രെഡ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ മിൽക്ക് ബ്രെഡ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറേ പേർക്കൊക്കെ പാൽപ്പൊടി കോഴിമുട്ടയൊക്കെ ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ മെത്തേഡിലൂടെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ല പെർഫെക്റ്റ് മിൽക്ക് ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളി ബ്രെഡ് ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കിയാലോ. ഈ കപ്പ് കൊണ്ട് 2 കപ്പ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 500 ml മൈദപ്പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഈസ്റ്റ് ആണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. 7.5 ml ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ സോൾട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടും ഒരു തരിയും കൂടിയും കൂടുതൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കാട്ടും ഒരു 2 നുള്ളും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും പൊടി. 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു 30 ml ഷുഗറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 120 ml പാല്, അതായത് ഒരു ചെറിയൊരു ചൂട്, അധികം ചൂട് വേണ്ട, ഒരു ലൈറ്റ് ചൂടുള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 80 ml ലൈറ്റ് ചൂടുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈസ്റ്റും ഷുഗറും സോൾട്ടും ഒക്കെ എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെയാണ് നമുക്ക് മാവ് വേണ്ടത്. ഇപ്പം നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബൗളിൽ നിന്ന് മാറ്റിയിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 15 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടർ ഒന്ന് കയ്യമ്മയൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം, അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇപ്പം ആദ്യം ചേർത്ത് കൊടുക്കുന്നില്ല, കയ്യമ്മ ആക്കി കൊടുത്തതിന് ശേഷമാണ് ഞാനതൊന്ന് കുഴച്ചെടുക്കാൻ പോകുന്നത്. ഇത് ആദ്യം നന്നായിട്ട് ഷീറ്റിലൊക്കെ ഒട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ ഒട്ടലൊക്കെ ഒന്ന് മാറി വരും. അതുവരയ്ക്കും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൈ വെച്ചിട്ട് 2 കൈ വെച്ചിട്ട് ഇതൊന്നിങ്ങനെ അകത്തി കൊടുക്കുകയാണ്. അപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അത് പൊട്ടുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്കൊരു 5 മിനിറ്റ് കൂടി നന്നായിട്ട് തന്നെ നേരത്തെ കുഴച്ച പോലെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് പൊടി ചേർക്കാണ്ട് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ വീണ്ടും ഒന്ന് അകത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അകത്തി കൊടുക്കുമ്പോൾ പൊട്ടുന്നില്ല, വിരൽ വെച്ചിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്, അപ്പോഴും പൊട്ടുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ബട്ടർ ഒന്ന് എല്ലാ സൈഡിലേക്കും തടവി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാവിൻ്റെ എല്ലാ സൈഡിലേക്കും ബട്ടർ ആക്കി കൊടുത്തതിന് ശേഷം മാവ് ഈ ബൗളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇരുന്നിട്ട് ഇതൊന്ന് പൊങ്ങി വരണം. അപ്പോൾ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് കൊടുക്കാം. കണ്ടില്ലേ? നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതെടുത്തിട്ട് വീണ്ടും കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുക്കാം. 1/2 ടീസ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൗണ്ടർ ടോപ്പിലേക്ക് ആദ്യം തന്നെ എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് മാവ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ മാവിലേക്ക് ഈ ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി മാത്രമാണ് എക്സ്ട്രാ ചേർത്തിട്ടുള്ളൂ. ആദ്യം കുഴച്ചെടുക്കുമ്പോൾ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഈ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ബോളുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് മാവൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കുഞ്ഞ് ബോളുകളാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് എല്ലാ ബോളുകളും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ഒരു കോട്ടൺ തുണി വെച്ചിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കവർ ചെയ്തത് ഓപ്പൺ ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊരു കേക്ക് ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം മുകളിൽ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബോളുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാ ബോളുകളും
ട്രൈയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരേപോലെ ആവാൻ വേണ്ടി കൈ വെച്ചിട്ട് ആ സൈഡിലത്തെ എഡ്ജസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഉള്ളിലേക്ക് പൊന്തി നിൽക്കുന്നതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് താഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഇത് മുകളിൽ ഇതേപോലത്തെ ഒരു ഷേപ്പിലാണ് നമുക്ക് ബ്രെഡ് കിട്ടും. അപ്പോൾ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ ഇതുപോലെ ബോളാക്കാണ്ട് ഒന്ന് ഫുൾ ഒരു റോളർ വെച്ചിട്ട് പരത്തിയെടുത്തതിന് ശേഷം അതൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമ്മൾ വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ഞാനൊരു നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ലേ, പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനൊരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗളിലേക്ക് അതൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ എഗ്ഗ് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ എഗ്ഗ് വാഷ് അവോയ്ഡ് ചെയ്യാം. ഞാൻ ഇപ്രാവശ്യം ഗ്യാസ് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഈ ട്രേ വെച്ചെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂറാണ് വെച്ച് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ബ്രെഡ് നമുക്ക് സ്റ്റൗ ടോപ്പിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി കേക്കുകളുടെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് സ്റ്റൗ ടോപ്പിൽ. അപ്പോൾ അതേ മോഡലിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ബ്രെഡ് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലേക്ക് നമുക്ക് മാറ്റാം. ബ്രെഡ് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചതിന് ശേഷം ബ്രെഡിൻ്റെ ട്രേയിൽ നിന്ന് നമുക്ക് ബ്രെഡ് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ പുറത്തിരുന്നിട്ട് ചൂടാറി വരട്ടെ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ എടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബ്രെഡ് ഒന്നും കൂടിയും സോഫ്റ്റായിട്ട് മുകളിൽ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഭാഗം ഒന്നും കൂടിയും സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ബ്രെഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ റേഷ്യോയിലും ഞാൻ പറഞ്ഞ രീതിയിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ അടിപൊളി ബ്രെഡ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ തേങ്ങാ ബണ്ണ്, ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ബണ്ണ്, അതിൻ്റെ റെസിപ്പീസൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ പോയിട്ട് കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.